എല്ലാവർക്കും SSLC ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വില്യം വേർഡ്സ്വർത്തിന്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിന്റെ ആദ്യത്തെ സ്റ്റാൻസ് നോക്കി. ആ സ്റ്റാൻസ് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? I heard 1,000 blended notes while in a group. I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. അതായത് പോയിട്ട് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ശബ്ദങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ കാണാൻ ഇടയാകണം. അപ്പൊ ആ കാഴ്ചകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ചിന്തകൾ വരുന്നു. എന്നാൽ ആ സന്തോഷം നിറഞ്ഞ ചിന്തകൾക്കൊപ്പം തന്നെ ചില സങ്കടം നിറഞ്ഞ ചിന്തകൾ കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ആ സ്റ്റാൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? To her fair works did naturally the human soul that through me ran, and much it grieved my heart to think what man has made of man. അതായത് to her fair works did naturally, ഇവിടെ her ഉദ്ദേശിക്കുന്നത് പോയിട്ട് നേച്ചറിനെയാണ്. നേച്ചറിനെയാണ് പോയിട്ട് ഇവിടെ her ഉദ്ദേശിക്കുന്നത്. Fair works means good deeds, അതായത് സൽപ്രവർത്തികൾ. ഇപ്പൊ പോയിട്ട് പറയുകയാണ് പ്രകൃതി അവളുടെ സൽപ്രവർത്തികളെ എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ സോളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ എല്ലാ സൃഷ്ടികളെയും പ്രകൃതി ആരുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്? മനുഷ്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹ്യൂമൻ സോളുമായിട്ട് പ്രകൃതിക്ക് ഒരു ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമൻ സോൾ ആണ് ആരിലൂടെയും ഒഴുകുന്നത്? പോയറ്റിലൂടെയും ഒഴുകുന്നതെന്ന് അദ്ദേഹം പറയാണ്. ദാറ്റ് ത്രൂ മീ റാൻ മീൻസ് എന്നിലൂടെയും ഒഴുകുന്ന ആ സോൾ, ആ ആത്മാവിനെ പ്രകൃതി എന്ത് ചെയ്തിരിക്കുന്നു? അവളുടെ ഫെയർ വർക്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വരിയിലേക്ക് വരുമ്പോ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട് ടു തിങ്ക്, അദ്ദേഹം പറയാണ് പക്ഷെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോ, ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകും. ആ സങ്കടത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് മനുഷ്യനോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം സങ്കടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻസുകൾ അനലൈസ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് റൈമിംഗ് വേർഡ്സ് നമുക്ക് നോക്കാം. അതായത് ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. റൈമിംഗ് സ്കീം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. അതായത് സിമിലർ ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സിന് സിമിലർ ആയിട്ടുള്ള ലെറ്റർ കൊടുക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സിന് എന്ത് കൊടുക്കുക? ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റർ കൊടുക്കുക. അപ്പൊ ഞാൻ ലിങ്കിന് ഞാൻ എ എന്ന് കൊടുത്തു. ലിങ്കുമായിട്ട് സിമിലർ ആയി നിൽക്കുന്ന റൈമാണ് തിങ്ക്, അതിന് ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. റാൻ എന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള റൈമാണ്, അത് ഞാൻ ബി എന്ന് കൊടുത്തു. റാനുമായിട്ട് സിമിലർ ആയി നിൽക്കുന്നത് മാൻ, അതിന് ഞാൻ എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. അപ്പൊ ഈ പോയത്തിലെ റൈം സ്കീം എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ പോയത്തിൽ ഈ സ്റ്റാൻസയിൽ യൂസ് ചെയ്തിരിക്കുന്ന വേറൊരു പോയിന്റ് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് ദാറ്റ് ആർ സംതിങ് ടു നോൺ ഹ്യൂമൻ. അതായത് ഹ്യൂമൻ ക്വാളിറ്റീസിനെ നോൺ ഹ്യൂമനുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ടു ഹർ ഫെയർ വർക്സ് ഡിഡ് നേച്ചർലി, അതായത് പ്രകൃതിയെ ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ അവളുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അല്ലയോ? അപ്പം അത് എന്തിന് ഉദാഹരണമാണ്? പേഴ്സോണിഫിക്കേഷന് ഉദാഹരണമാണ്. ഇനി അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പോയിന്റ് ഡിവൈസ് ആണ് അലിറ്ററേഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ മീൻസ് റെപ്പിറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് ഇൻ എ ലൈൻ. അതായത് കൺസോണന്റ് സൗണ്ട്സുകളുടെ ആവർത്തനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ നോക്കിയേ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ എം എന്ന് പറയുന്ന കൺസോണന്റ് സൗണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു വരിയിൽ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അത് തുടക്കത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ തുടക്കത്തിൽ ഒരു വേർഡിന്റെ തുടക്കത്തിൽ കൺസോണന്റ് സൗണ്ട്സ് എന്ത് ചെയ്ത് വരുന്നത്? റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ പറയുന്ന പേരാണ് എന്താ? അലിറ്ററേഷൻ. വേറൊരു എക്സാമ്പിൾ നോക്കാം. മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട്. ഇവിടെ എം എന്ന കൺസോണന്റ് സൗണ്ട് വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ കൺസോണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ പറയുന്നതാണ് എന്തെന്ന്? അലിറ്ററേഷൻ. അപ്പോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പോയിന്റ് ഡിവൈസ്, ഒന്ന് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് ദാറ്റ് ആർ കമ്പയർഡ് ടു നോൺ ഹ്യൂമൻ. അലിറ്ററേഷൻ മീൻസ് എന്താണ്? റിപ്പീറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് എന്ന് പറയും. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. In the second stanza we discussed the relation between man and nature. അപ്പൊ സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ പരിചയപ്പെട്ടത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ പ്രകൃതിയുടെ അല്ലെങ്കിൽ നേച്ചറിന്റെ ഹോളി പ്ലാൻ ആയ കോ എക്സിസ്റ്റൻസിനെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അതായത് അദ്ദേഹം ചുറ്റുപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റും കാണുന്ന കാഴ്ചകളെ അദ്ദേഹം നറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അപ്പം ഫ്ലവേഴ്സിനെയും ബേർഡ്സിനെയും എല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നു, നറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം നേച്ചറിന്റെ ഹോളി പ്ലാൻ ആയ കോ എക്സിസ്റ്റൻസ് ആണ്. പരസ്പരമായ ഒരു സഹവർത്തിത്വത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ തേർഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോ through primrose tusk in that green bower, the periwinkle trailed its wreath, and 'tis my faith that every flower enjoy the air its breath. ഇവിടെ പ്രിംറോസ് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ഫ്ലവർ, ഒരു തരം പൂവാണ്. ടസ് മീൻസ് കൂട്ടം, ക്ലസ്റ്റർ എന്നൊക്കെ പറയും, കൂട്ടം. ഗ്രീൻ ബവർ, ബവർ മീൻസ് വള്ളിപ്പടർപ്പ്. അപ്പോ പോയിട്ട് ആദ്യം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ നിൽക്കുന്ന പ്രിംറോസ് പുഷ്പങ്ങളുടെ കൂട്ടത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കാണുന്നു. അതോടൊപ്പം ഈ പ്രിംറോസ് പുഷ്പങ്ങളുടെ കൂട്ടത്തിനിടയിലൂടെ പടർന്നു പിടിക്കുന്ന പെരീവിങ്കിൾ പുഷ്പത്തെയും അല്ലെങ്കിൽ പെരീവിങ്കിൾ ചെടിയെയും അദ്ദേഹം കാണുന്നു. പെരീവിങ്കിൾ എന്ന് പറയുന്നത് ഒരു തരം വള്ളിച്ചെടിയാണ്. അപ്പോ പ്രിംറോസ് പുഷ്പങ്ങൾക്കിടയിലൂടെ പടർന്നു പിടിക്കുന്ന പെരീവിങ്കിൾ പുഷ്പം, ഈ രണ്ട് ചെടികൾ കൂടി ചേർന്ന് എന്താ ക്രിയേറ്റിംഗ് എ റീത്ത്. റീത്ത് മീൻസ് ക്ലസ്റ്റർ, അതായത് പൂക്കളുടെ കൂട്ടത്തെ എന്ത് ചെയ്യാണ്, അദ്ദേഹം കാണപ്പെടുകയാണ്. അതായത് ആ ഒരു കോ എക്സിസ്റ്റൻസ് ആണ് ആർക്ക് തമ്മിലുള്ള, പ്രിംറോസും പെരീവിങ്കിളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം. അതായത് എന്താ, പ്രിംറോസ് പുഷ്പങ്ങൾക്കിടയിലൂടെ പടർന്നു പിടിക്കുന്ന പെരീവിങ്കിൾ പുഷ്പങ്ങൾ, ഇവ രണ്ടും കൂടി ചേർന്ന് എന്താ ഒരു പുഷ്പചക്രം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, തീർത്തിരിക്കുന്നു. ഇനി അദ്ദേഹം പറയുകയാണെന്താ, and 'tis my faith that every flower enjoy the air its breath. 'Tis means this എന്നാണ്. അപ്പോ അദ്ദേഹം പറയാണ് this my faith, ഇത് എന്റെ വിശ്വാസമായിരിക്കാം. എന്താ വിശ്വാസം? that every flower enjoy the air its breath. എല്ലാ പുഷ്പങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ എയർ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ നേച്ചറിന്റെ ആ ഫ്രഷ് എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നത് പോയിട്ട് എന്ത് ചെയ്യാണ്, പറയുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാൻസർ അനലൈസ് ചെയ്താൽ നമുക്കറിയാം റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്? ബവർ ആൻഡ് ഫ്ലവർ, റീഡ്സ്, ബ്രീഡ്സ്, ഇതാണ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് സ്കീം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. എന്തായിരുന്നു? എ ബി എ ബി എ ബി എന്നതായിരുന്നു റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്ന ഒന്ന് വിഷ്വൽ ഇമേജ് ആണ്. വിഷ്വൽ ഇമേജിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രിംറോസ് ടസ്, ഫ്ലവർ ആൻഡ് പെരിവിങ്കിൾ, അതുപോലെ തന്നെ എന്താ ഗ്രീൻ ബവർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ കഴിഞ്ഞ സ്റ്റാൻസറിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പൊ പേഴ്സോണിഫിക്കേഷൻ മീൻസ് സംതിങ് ഹ്യൂമൻ ടു നോൺ ഹ്യൂമൻ, അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻസറിൽ ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻജോയ് ദ എയർ ഇറ്റ്സ് ബ്രീത്ത് എന്നതാണ്. എൻജോയ് ദ എയർ ഇറ്റ്സ് ബ്രീത്ത്. ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ സ്റ്റാൻസ. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. അപ്പൊ തേർഡ് സ്റ്റാൻസയിൽ പോയിട്ട് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചില ഫ്ലവേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു, നറേറ്റ് ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റാൻസയിലേക്ക് വരുമ്പോഴത്തേന് അദ്ദേഹം ഗ്രൂപ്പിൽ ഇരുന്ന് കാണുന്ന ചില ബേർഡ്സിനെ എന്ത് ചെയ്യാണ്, നറേറ്റ് ചെയ്യാണ്. The birds around me hopped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The birds around me hopped and played. Hopped means jumped. H-O-P, hopping, V to form and hopped means jumped. അപ്പൊ അദ്ദേഹം പറയാണ് the birds around me, എനിക്ക് ചുറ്റുമുള്ള എല്ലാ ബേർഡ്സും എന്താണ്, they hopped and played. And their thoughts I cannot measure. എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ ബേർഡ്സിന്റെ ചിന്തകളെ, തോട്ട്സ്, ചിന്തകളെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അളക്കാനായിട്ട്. ഐ കനോട്ട് മെഷർ, എനിക്ക് അളക്കാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, പക്ഷേ ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന ചെറിയ ചലനത്തിൽ നിന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അവർ വളരെയധികം ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആ ബേർഡ്സ് എല്ലാവരും എന്താണ്, അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അവർ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പോയിട്ട് പറയുന്നു. ഇപ്പൊ ഈ വഴികളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇതിലെ റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്? പ്ലേഡ് ആൻഡ് മെയ്ഡ്, അതുപോലെ തന്നെ മെഷർ, പ്ലഷർ. റൈമിംഗ് സ്കീം അറിയാം എന്താണ്? എ ബി ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് ബേർഡ്സ് ആണ്. വിഷ്വൽ ഇമേജ് ബേർഡ്സ്. അതുപോലെ തന്നെ അലിറ്ററേഷൻ യൂസ് ചെയ്യുന്നത്. അലിറ്ററേഷൻ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. എന്താണ് അലിറ്ററേഷൻ? മീൻസ് ദ റെപ്പിറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ്. ഇവിടെ നോക്കിയേ, അലിറ്ററേഷൻ എന്ന് പറയുന്നത് the least motion which they made. ഇവിടെ എം എന്ന കൺസോണന്റ് സൗണ്ട് എന്ത് ചെയ്ത് വന്നിരിക്കുന്നു, ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഫോർത്ത് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിഫ്ത് സ്റ്റാൻസയിലേക്ക് പോവാം.
അപ്പൊ പോയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേച്ചറിൽ എല്ലായിടത്തും എന്തുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അതിന് ഫ്ലവേഴ്സിന്റെ കാര്യം തന്നെ പറഞ്ഞപ്പോ അവരെന്താണ് നേച്ചറിന്റെ ഹോളി പ്ലാനായ കോ എക്സിസ്റ്റൻസിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ബേർഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എന്താ, അവർ വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ നേച്ചറിൽ എല്ലായിടത്തും എന്തുണ്ട്, സന്തോഷമുണ്ടെന്ന് പറയാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു, the budding twigs spread out of their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. The budding twigs, twigs means എന്താണ്, മുകുളം അല്ലെങ്കിൽ തളിരെന്ന് പറയും അല്ലെ, അതായത് ഒരു ചെടിയിൽ പുതുതായിട്ട് കിളിക്കുന്ന ഒരു നാമ്പ് അല്ലെങ്കിൽ തളിരെന്ന് പറയും. The budding twigs spread out their fan. Fan എന്ന് പറഞ്ഞാൽ ലീഫ്. അപ്പൊ പുതുതായിട്ട് കിളിക്കുന്ന ഒരു ചെടിയിലെ മുകുളം എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ഔട്ട് ദെയർ ലീവ്സ് മീൻസ് എന്താ, അതിന്റെ ഇലകൾ എന്ത് ചെയ്യുന്നു, നിവർത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ, ടു ക്യാച്ച് ദ ബ്രീസി എയർ. എന്താ ആ ബ്രീസി എയർ മീൻസ് ഇളം തെന്നലിനെ ഇല്ലെങ്കിൽ ഇളം കാറ്റിനെ ആകർഷിക്കാൻ വേണ്ടി എന്താണ് അവയുടെ ഇലകളെ അവരെന്ത് ചെയ്യുന്നു, നിവർത്തുന്നു. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഞാൻ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്, that there was pleasure there. എന്താണ്, നേച്ചറിൽ എവിടെ നോക്കിയാലും, നേച്ചറിലെ ഒരു ബഡിങ് ട്വിഗ്സ് മീൻസ് ഒരു ചെറിയ മുകുളത്തിൽ നോക്കിയാൽ പോലും എന്ത് കാണാൻ കഴിയും, പ്ലഷർ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താനായിട്ട് എനിക്ക് കഴിയുന്നു എന്നതാണ്. Now the last stanza of the poem. If this belief from heaven be sent, if such be nature's holy plan, how I no reason to lament what man has made of man. അപ്പൊ നേച്ചറിലെ പ്ലാന്റ്സിലും ഫ്ലവേഴ്സിലും അതുപോലെ തന്നെ ബേർഡ്സിലും ആനിമൽസിലും എല്ലാ ജീവജാലങ്ങളിലും പോയിട്ട് എന്ത് കണ്ടെത്താൻ കഴിയുന്നു, ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നു. അപ്പൊ ആ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ഒരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നതാണ് പോയിറ്റിന്റെ ഏറ്റവും വലിയൊരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നേച്ചറിലെ എല്ലാ വസ്തുക്കളും പരസ്പരമായ ഒരു സഹവർത്തിത്വം അല്ലെങ്കിൽ ഒരു കോ എക്സിസ്റ്റൻസിൽ ജീവിക്കുന്നു എന്നൊരു വിശ്വാസം ഹെവനിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വിശ്വാസമാണെങ്കിൽ എന്ന് പോയിട്ട് പറയണം. പോയിട്ട് ചോദിക്കുകയാണ് എന്താ, ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് എന്ന ആ ഒരു ഹോളി പ്ലാൻ അത് ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, വീണ്ടും പറയണ ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അതെന്താണ്, പ്രകൃതിയുടെ തന്നെ ഒരു പാവനമായ തത്വമാണെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ തന്നെ ഒരു ഹോളി പ്ലാൻ ആണെങ്കിൽ, ഏതാ പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത്, കോ എക്സിസ്റ്റൻസ്, അതായത് പരസ്പരമായി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കുക എന്നത് നേച്ചറിന്റെയും ഹോളി പ്ലാൻ ആണെങ്കിൽ, have I no reason to lament, മനുഷ്യന്റെ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യാൻ, സങ്കടപ്പെടാനെന്ന് പോയിട്ട് പറയാണ്. അപ്പോ പ്രകൃതിയുടെ ലോകത്തേക്ക് നോക്കുമ്പോഴത്തേന് എല്ലായിടത്തും വളരെ ഹാപ്പിയാണ്, ഒരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പരസ്പരമായ സഹവർത്തിത്വത്തിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പോയിട്ട് പറയാണെന്താ, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യാൻ, സങ്കടപ്പെടാൻ. എന്താ സങ്കടപ്പെടാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്താ മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ ആലോചിക്കുമ്പോൾ പോയിറ്റിന് വളരെയധികം എന്തുണ്ടാവുന്നു, ദുഃഖം ഉണ്ടാവുന്നു. അപ്പൊ ഈ പോയിറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോയിറ്റ് നേച്ചറിൽ എവിടെ നോക്കിയാലും ഒരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പരസ്പരമായ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു, നിലകൊള്ളുന്നു അല്ലെങ്കിൽ പരസ്പരമായ ഒരു ബന്ധത്തിൽ ബാക്കി എല്ലാ ജീവജാലങ്ങളും വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന് എങ്ങും എന്ത് കണ്ടെത്താൻ കഴിയുന്നില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല, പരസ്പരമായ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. എല്ലാവരും പരസ്പരം എന്ത് ചെയ്യാണ്, ക്രൂരതകൾ ചെയ്യാണ് അല്ലെങ്കിൽ പരസ്പരം മനുഷ്യനോട് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് സ്റ്റാൻസിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം എന്താണ് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്, സെന്റ് ആൻഡ് ലാമന്റ്, അതുപോലെ തന്നെയാണ് പ്ലാൻ ആൻഡ് മാൻ. റൈമിംഗ് സ്കീം മറന്നു പോയത്, ഈ പോയതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വിഷ്വൽ ഇമേജസ് ഉണ്ട്. വിഷ്വൽ ഇമേജസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, നേച്ചർ, മാൻ, ഹെവൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾ ആണ്. ഓഡിറ്ററി ഇമേജ് ലാമന്റ്, ലാമന്റ് മീൻസ് ഗ്രീഫ് അല്ലെങ്കിൽ ദുഃഖിക്കുക എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ഓഡിറ്ററി ഇമേജ് എക്സാമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഇവിടെ നോക്കിയേ, ബിലീഫ് ഫ്രം ഹെവൻ ബി സെന്റ്, ഇവിടെ ബി എന്ന കോൺസണന്റ് സൗണ്ട്സ് എന്ത് ചെയ്തു വന്നിരിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് എക്സാമ്പിൾ ആണ്, അലിട്രേഷന് എക്സാമ്പിൾ ആണ്. അപ്പോ നമ്മൾ ആകെ 6 സ്റ്റാൻസേഴ്സ് ആണ് ഈ പോയത്തിലുള്ളത് വിത്ത് റൈമിംഗ് സ്കീം ഓഫ് എ ബി. എല്ലാ സ്റ്റാൻസേഴ്സും നോക്കി. അപ്പൊ ഈ പോയിന്റ് കംപ്ലീറ്റ് ആയി.
അപ്പോ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്രിസിയേഷൻ എഴുതാനായിരിക്കും. അതുപോലെ തന്നെ പോയിന്റ് ഡിവൈസുകൾ കൃത്യമായി നോക്കി വെക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.